ഞങ്ങൾ ഇതാ ബാഹുബലിയിലേക്ക് പോവാണ്. ബാഹുബലി ഡൈനിങ് ടേക്ക് ഔട്ട് കേറ്ററിംഗ്. ബാഹുബലിന്റെ കയ്യിൽ കണ്ടോ? കാൽഗറിയിൽ നോർത്ത് ഈസ്റ്റിലായിട്ട് വരും ഈ ബാഹുബലി. ഒരു ആന്ധ്ര സ്റ്റൈലാണ് ബാഹുബലി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ പക്ഷേ വിചാരിച്ചത് ബാഹുബലിയിലെ ക്യാരക്ടേഴ്സും അങ്ങനെയൊക്കെ ആയിരിക്കും ബാഹുബലിന്ന്. പക്ഷേ ഇല്ല, അവിടെ ഒരു ഹോഴ്സും പിന്നെ ഇതേ കാണുന്ന പോലെ കയ്യിൽ പിടിച്ചിട്ടുള്ള ഫോക്കുമാണുള്ളത്. ബട്ട് ഇറ്റ്സ് നൈസ്. ഫുഡും നല്ലതായിരുന്നു. സ്റ്റാർട്ടർ, സീ ഫുഡ്, തുങ്കു ആണ് എടുക്കണത്. കുറേ ബിരിയാണീസാണ് പല ടൈപ്പ്. ഉലവച്ചാറ്, വെജ് ദം ബിരിയാണി കഴിഞ്ഞു. And that's Mama. Looking at the Bahubali menu. Yay! ബിരിയാണി വേണം. ദോശയാണോ? വെജാണോ? നോൺ വെജാണോ? എനിക്ക് നോൺ വെജ്. നോൺ വെജ് തന്നെ എന്താ? ചിക്കനും അങ്ങനത്തെ സാധനം. ഡിസൈഡ് ചെയ്തോ എന്തെങ്കിലും മമ്മ? ഡിസൈഡ് ചെയ്തിട്ടില്ല. നമ്മൾ നോക്കട്ടെ, എന്നിട്ട് ഡിസൈഡ് ചെയ്തിട്ട് തന്നെ പറയാം. ഓക്കെ, ഡൺ ഡീൽ. അപ്പം ഞങ്ങൾ ബാഹുബലി ചിക്കൻ ഓർഡർ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇവർ തന്നെ പറഞ്ഞു ഭയങ്കര എരിവാന്ന്. എനിക്കും പറ്റില്ല, കുട്ടിക്കും പറ്റില്ല. അത്രയും എരിവ് ഏട്ടനും പറ്റില്ല. അത്രയും എരിവ് പറ്റില്ല. ഒരു മിനിമം ഒരു മിനിമം മീഡിയം ഒരു എരിവൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അവരെന്നെ പറഞ്ഞു ഭയങ്കര സ്പൈസിയാണ്. മിക്ക എല്ലാ സാധനത്തിനും ഭയങ്കര എരിവുണ്ട് ഇവിടെ എന്നാണ് അവർ പറഞ്ഞത്. ഈവൻ ബിരിയാണിക്ക് പോലും നമ്മൾ എന്താ കാരപ്പൊടി ബിരിയാണി, പിന്നെ വേറെ അരക്കായി അങ്ങനെ എന്തൊരു ബിരിയാണി, അവക്കായി ബിരിയാണി എല്ലാം ഭയങ്കര സ്പൈസി ആത്രേ. അപ്പം അതിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവുള്ളത് ഷാഹി ബിരിയാണിയാണ്. അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്നിട്ട് നോക്കാം അവിടെ എത്ര എരിവുണ്ട് ഇല്ലാന്ന്. അതും ഓർഡർ ചെയ്ത് ഷാഹി ബിരിയാണിയും പിന്നെ കുട്ടിക്ക് ചീസ് ദോശയും പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് 555 ചിക്കൻ, അതും എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വരട്ടെ. പക്ഷെ ഇവിടുത്തെ ആംബിയൻസ് കൊള്ളാം, രസമുണ്ട്. ഒരു ബാഹുബലിൻ്റെ ക്യാരക്ടറൊന്നുമില്ല, ജസ്റ്റ് ഒരു കുതിരയുണ്ട്. വേറെ ബാഹുബലിയായിട്ട് ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഫോക്ക് കയ്യിൽ പിടിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അത് മാത്രമാണ് ബാഹുബലി സാധനം. ഇതാണ് കണ്ടോ എടാ തരും. അപ്പോൾ കിച്ചൻ്റെയും തുമ്പുവിൻ്റെയും ചീസ് ദോശ വന്നിട്ടുണ്ട്. ഹാപ്പിയാണോ? ചീസ് ദോശയാണോ തുമ്പുവിൻ്റെ? ഓ, ബാഹുബലി അത്രയത്. ഇതാണ് എന്താ 555 ചിക്കൻ. അപ്പോൾ ഞങ്ങളുടെ ഷാഹി ബിരിയാണി എത്തി. ഇവിടെ ദോശയൊക്കെ കഴിഞ്ഞു. നൈസാണോ? ചിക്കനും കഴിഞ്ഞു. അപ്പോൾ ബിരിയാണി അപ്പോഴത്തേക്ക് അതെ. എന്നിട്ട് ഇനിയൊരു പേപ്പർ ദോശയും കൂടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ദോശ കുറേ ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ദോശയും ചട്നിയും ഒക്കെ ഒരു ആന്ധ്ര സ്റ്റൈലാണ്. ഇറ്റ്സ് റിയലി നൈസ്. ചിക്കനും നൈസായിട്ടുണ്ട്. എന്താ 555 ചിക്കൻ. ഞങ്ങൾക്കാണ് എരിവ്. ഞങ്ങൾ പൊതുവേ എരിവ് കുറവാണ് കഴിക്കാറ്, അതുകൊണ്ടായിരിക്കും. പക്ഷേ ഇറ്റ്സ് നോർമൽ എരിവ്. ഇനി ബിരിയാണിയിലേക്ക് കടക്കാം. എങ്ങനെയുണ്ട് നോക്കട്ടെ. യെസ് ബേബി.
ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ട്. Biryani taste. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മുടെ തലശ്ശേരി ബിരിയാണി പോലെ അല്ലല്ലോ, ഡിഫറെൻ്റ് ആണ്. ഇറ്റ്സ് റിയലി ടേസ്റ്റി. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് നമ്മളെ നാട്ടിലെ ബിരിയാണിയൊക്കെയാണ്, അതല്ല. ഇറ്റ്സ് ഡിഫറെൻറ്റ്, പക്ഷെ രസമുണ്ട്. ചിക്കൻ